വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ഫ്ലൈയിങ് ടുഗദർ എന്ന പാഠത്തിൻ്റെ എക്സർസൈസുകളാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയ പുസ്തകത്തിൻ്റെ 33ാമത്തെ പേജാണ്. ലെറ്റ് us റീഡ്, നമുക്ക് വായിക്കാം. വേർ ഡിഡ് ദ ഗീസ് ലീവ്? ഉത്തരം ഇതാണ്. ദ ഗീസ് ലീവ്ഡ് ഓൺ എ ടോൾ ട്രീ ഇൻ എ ഫോറസ്റ്റ്. ഒരിക്കൽ കൂടി പറയാം. ദ ഗീസ് ലീവ്ഡ് ഓൺ എ ടോൾ ട്രീ ഇൻ എ ഫോറസ്റ്റ്. അത്രയും പറഞ്ഞാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. വൈ ഡിഡ് ദ ഓൾഡ് ബേർഡ് അഡ്വൈസ് ദ അതർ ബേർഡ്സ് ടു ഡിസ്ട്രോയ് ദ ക്രീപ്പർ? വൈ ഡിഡ് ദ ഓൾഡ് ബേർഡ് അഡ്വൈസ്? എന്തുകൊണ്ടാണ് ആ പ്രായം ചെന്ന പക്ഷി ഉപദേശിച്ചത്? ആരെയാ? ദ അതർ ബേർഡ്സ്, മറ്റു പക്ഷികളെ. ടു ഡിസ്ട്രോയ് ദ ക്രീപ്പർ, ക്രീപ്പറിനെ നശിപ്പിക്കാനായിട്ടല്ലേ, വള്ളിച്ചെടിയെ നശിപ്പിക്കാൻ. ചോദ്യം ഒന്നുകൂടെ പറയാം. എന്തുകൊണ്ടാണ് പ്രായം ചെന്ന പക്ഷി മറ്റ് പക്ഷികളെ ഉപദേശിച്ചത് ആ വള്ളിച്ചെടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്? മനസ്സിലായില്ലേ? എൻ്റെ ഉത്തരം ഇതാ. ദ ഓൾഡ് ബേർഡ് അഡ്വൈസ്ഡ് അതർ ബേർഡ്സ്. ദ ഓൾഡ് ബേർഡ് അഡ്വൈസ്ഡ് ദ അതർ ബേർഡ്സ് to destroy the creeper, because it would become thick and strong. It will become thick and strong, and a hunter can climb the tree. With the help of this creeper. അത്ര എഴുതണം. And a hunter can climb the tree with the help of this creeper. അത്ര എഴുതണേ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരം കൃത്യമായിട്ടാവും. നമുക്ക് 3ാമത്തെ ചോദ്യം നോക്കാം. വൈ ഡിഡ് ദ ഗീസ് ക്രൈ ഹെൽപ്പ്? എന്തുകൊണ്ടാണ് ഗീസ് ഹെൽപ്പ് എന്ന് കരഞ്ഞത്? എൻ്റെ ഉത്തരം അറിയണ്ടേ? ദി ഗീസ് ക്രൈഡ് because they were caught in the hunter's nest. The geese cried because they were caught in the hunter's nest. അടുത്ത ചോദ്യം ഇതാണ്. What did the hunter do when he thought that the geese were dead? What did the hunter do? എന്താണ് വേട്ടക്കാരൻ ചെയ്തത്? When he thought that the geese were dead. ഗീസൊക്കെ ചത്തുപോയെന്ന് വിചാരിച്ചപ്പോൾ അയാൾ എന്താ ചെയ്തത്? He threw them down to the ground when he thought that the geese were dead. അതാ എഴുതേണ്ടത് കേട്ടോ. He threw them down to the ground when he thought that the geese were dead. എന്നെഴുതിക്കേ. നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതി വെച്ചാലേ നിങ്ങൾക്കിത് പിന്നെ വായിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എഴുതിക്കേ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം വരുന്നുണ്ട് കേട്ടോ. Why did the geese pretend to be dead? എന്തുകൊണ്ടാണ് അരയന്നങ്ങൾ ചത്ത പോലെ ഭാവിച്ചത്? Why did the geese pretend to be dead? ഉത്തരം ഇങ്ങനെയാണ്, എഴുതിക്കോണേ. The geese pretended to be dead because the hunter would not want dead birds. ഹണ്ടറിനെ ചത്ത പക്ഷികളെ വേണ്ട, അതുകൊണ്ടാണ് അവരങ്ങനെ പ്രിറ്റൻഡ് ചെയ്തത്. The geese pretended to be dead because the hunter would not want dead birds. മനസ്സിലായോ? അടുത്തത് 6ാമത്തെ ചോദ്യമാണ്. ഡിസ്ക്രൈബ് വൺ ഇൻസിഡൻറ്റ്. ഒരു സംഭവം വിവരിക്കുക. വെൻ യു ഗോട്ട് ഇൻ ടു ട്രബിൾ. നിങ്ങൾ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട സമയത്ത് ഒന്ന് വിശദീകരിക്കണം. ബിക്കോസ് യു ഡിഡ് നോട്ട് ഡു യുവർ ഹോംവർക്ക് ഓൺ ടൈം. കാരണം നിങ്ങൾ സമയത്ത് ഹോംവർക്ക് ചെയ്തില്ല. അപ്പം നിങ്ങൾ ആ കാര്യം ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾ ആ ഉത്തരം സ്വയം ചെയ്താൽ മതി കേട്ടോ, അതാണ് നല്ലത്. അടുത്തത് സ്റ്റേറ്റ് വെദർ ദ ഫോളോവിങ് സ്റ്റേറ്റ്സ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. സ്റ്റേറ്റ് വെദർ ദ ഫോളോവിങ് സ്റ്റേറ്റ്സ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഇനി താഴെ പറയുന്ന കാര്യങ്ങളെ ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. 1. ദ ട്രീ വാസ് ദ ഹൗസ് ഓഫ് എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ്. ആണോ? അത് ശരിയാണോ പറഞ്ഞത്? അല്ലല്ലോ. ട്രീ വാസ് ദ ഹൗസ് ഓഫ് എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് എന്നുള്ളത് തെറ്റാ. അത് പ്രാവുകളല്ല അവിടെ ജീവിച്ചിരുന്നത്. അതുകൊണ്ടത് ഫോൾസ് എന്നാണ് എഴുതേണ്ടത്.
ഇറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ FALSE എന്ന് എഴുതണം, ഫോൾസ്. അടുത്തത്, ദ വൈസ് ഓൾഡ് ബേർഡ് വോണ്ടഡ് ദ ക്രീപ്പർ ടു ബി ഡിസ്ട്രോയിഡ്. ദ വൈസ് ഓൾഡ് ബേർഡ് വോണ്ടഡ് ദ ക്രീപ്പർ ടു ബി ഡിസ്ട്രോയിഡ്. അത് ശരിയാണ് അല്ലേ? വൈസ് ഓൾഡ് ബേർഡ് പറഞ്ഞതാ ഇതങ്ങ് ഇല്ലാതാക്കാൻ അല്ലേ, ആ വള്ളിച്ചെടിയെ കളയാൻ പറഞ്ഞതാണ്. അത് ട്രൂ ആണ്. അപ്പോൾ അത് ഉത്തരം TRUE, ട്രൂ. മൂന്നാമത്തെ ചോദ്യം, ഹണ്ടർ ക്ലൈം ദ ട്രീ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലാഡർ. അല്ലല്ലോ, അത് തെറ്റാ അല്ലേ? അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസാണ്. നാലാമത്തോ, വെൻ കോട്ട് ഇൻ ദ നെസ്റ്റ് ദ ഫൂളിഷ് ബേർഡ്സ് ബിഗാൻ ടു വീപ്പ്. അത് ശരിയാണോ? അല്ലല്ലോ, അവർ കിടന്ന് ഒച്ച വെച്ച് ബോളം ഉണ്ടാക്കി കരഞ്ഞു, അതാ അവർ വീപ്പ് ചെയ്തില്ല. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണേ കേട്ടോ. അതുകൊണ്ട് FALSE ഫോൾസ് എന്ന് എഴുതണം കേട്ടോ. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ദ വൈസ് ഓൾഡ് ബേർഡ് ഹെൽപ്പ് ദം ടു എസ്കേപ്പ്. ദ വൈസ് ഓൾഡ് ബേർഡ്, ബുദ്ധിയുള്ള പക്ഷി, പ്രായം ചെന്ന പക്ഷി, ഹെൽപ്പ് ദം ടു എസ്കേപ്പ്, അവർ രക്ഷപ്പെടാൻ സഹായിച്ചു. അത് ട്രൂ ആണല്ലോ, ശരിയല്ലേ? അത് ട്രൂ ആണ്. അപ്പോൾ അവിടെ TRUE, ട്രൂ എന്ന് എഴുതണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ലെറ്റ് us ലിസൺ. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലെറ്റ് us ലിസൺ. ലിസൺ ടു ദ ഫോളോവിങ് പാരഗ്രാഫ്. ഈ പാരഗ്രാഫ് ഒന്ന് ലിസൺ ചെയ്യുക. ഞാനൊന്നുള്ള വായിച്ചേൽപ്പിക്കാം. ദ ആൻഡ് ആൻഡ് ദ ഡഫ്. ദ ആൻഡ് ആൻഡ് ദ ഡഫ്. ആൻഡും അല്ല ഉറുമ്പും പ്രാവും. ഓക്കെ. ഓൺ ഹിസ് വേ ആൻ ആൻഡ് സോ എ സ്പാർക്ലിംഗ് ഫൗണ്ടൻ. ഓൺ ഹിസ് വേ ഹോം. വീട്ടിൽ പോകുമ്പോഴേ ആൻ ആൻഡ് സോ എ സ്പാർക്ലിംഗ് ഫൗണ്ടൻ. ഒരു ഉറുമ്പ് നല്ല തിളങ്ങുന്നൊരു ഫൗണ്ടൻ കണ്ടു, ജലധാര. അത് നല്ല തിളക്കത്തിലിങ്ങനെ സ്പാർക്കിൾ ചെയ്യുകയാണ്. വെള്ളമൊക്കെ ഇങ്ങനെ തെറിച്ച് വീഴുമ്പോഴാണ് തിളങ്ങുന്നത്. ഹി ക്രോൾഡ് ഓൺ ടു ഇറ്റ്സ് വോൾ ടു ടേക്ക് എ ക്ലോസർ ലുക്ക്. അതതിൻ്റെ ഭിത്തിയെ വലിഞ്ഞു കയറി. എന്തിനാ? അടുത്ത് എന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. സഡൻലി ഹി സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഇൻ ടു ദ വാട്ടർ. അവൻ തെന്നി വെള്ളത്തിൽ വീണു. ഹി ഗർഗിൾഡ്. അവൻ ശബ്ദത്തോടെ വെള്ളം കുടിക്കുക. ഗർഗിൾ ചെയ്യുന്ന ശബ്ദത്തോടെ വെള്ളം കുടിച്ചു പോയി. ശ്വാസം മുട്ടിക്കാണും ഇല്ലേ? ആൻഡ് പാനിക്ഡ്, പേടിച്ചു പോയി. ആൻഡ് വേവ്ഡ് ഹിസ് ലെഗ്സ് ഇൻ ദ എയർ. കാലൊക്കെ കയ്യും കിട്ട് അടിച്ചു വെള്ളത്തിൽ പോയപ്പോഴേ. ഹെൽപ്പ്, ഐ ക്യാൻറ്റ് സ്വിം. യോ, രക്ഷിക്കണേ, എനിക്ക് നീന്താനാവില്ല. ഹി ക്രൈഡ്. അവൻ അലറിക്കരഞ്ഞു. ലക്കലി ജസ്റ്റ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്, ഭാഗ്യത്തിന് അന്നേരം ആ സമയത്ത്, എ ഫ്രണ്ട്ലി ഡഫ് ഫ്ലൂ ബൈ. ഒരു ഫ്രണ്ട്ലി ആയിരിക്കുന്ന ഡഫ് ഉണ്ടല്ലോ, പ്രാവ്, അതിലൂടെ പറന്നുപോയി. ഷീ സോ ദ ടൈനി ആൻഡ്. അവൾ ആ ടൈനി ആൻറ്റിനെ കണ്ടു, കുഞ്ഞുറുമ്പിനെ കണ്ടു. വാസ് ഡ്രോണിങ്, അതാണ് മുങ്ങിപ്പോവാണ്. ക്വിക്ക്ലി ഫ്ലൂ ടു എ നിയർ ബൈ ട്രീ. പെട്ടെന്ന് അവൾ മരത്തിൻ്റെ അടുത്തുള്ള മരത്തെ പറന്നു ചെന്നു. ആൻഡ് പുൾഡ് ഓഫ് എ ലീഫ്. ഒരില ഇനി പറിച്ചെടുത്തു. ആൻഡ് ലെറ്റ് ഇറ്റ് ഗ്ലൈഡ് ഡൗൺ ടു ദ ആൻഡ്. അത് താഴേക്ക് ഉറുമ്പിൻ്റെ അടുക്കിലേക്ക് ഇട്ട് കൊടുത്തു. കണ്ടോ? ലെറ്റ് ഇറ്റ് ഗ്ലൈഡ് ഡൗൺ ടു ദ ആൻഡ്. ഹിയർ യു ആർ ഷീ കൂഡ്. അവൾ പറഞ്ഞു, വിളിച്ചു ഇതേ. ആൻഡ് ഫ്ലൂ അവേ. അത് ഇട്ടേച്ച് പോയി. അപ്പോൾ എന്ത് ചെയ്തു? ഉറുമ്പിന് അവളൊരു ഇല ഇട്ട് കൊടുത്തു. ഇത് ഈസോപ്പിയൻ ഫേബിൾസ് എടുത്തിട്ടുള്ള ഈസോപ്പിയൻ കഥകൾ എന്ന് പറയുന്ന കഥകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിയേ, വൈ ഡു യു തിങ്ക് ദ ഡവ് ഹെൽപ്പ് ദ ആൻഡ്? എന്തുകൊണ്ടാണ് പ്രാവ് ഉറുമ്പിനെ സഹായിച്ചത്? കാരണം ഇതാ, ബിക്കോസ് ഹി വാസ് കൈൻഡ്. ഡവ് ഹെൽപ്പ് ദ ആൻഡ് ബിക്കോസ് ഷീ വാസ് കൈൻഡ്. അതാ ഒന്നാമത്തെ ഉത്തരം. ഇതാ അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. ഹൗ ഡു യു തിങ്ക് ദ ആൻഡ് ഫെൽറ്റ് ഓൺ ഫൈൻഡിങ് ദ ലീഫ്? ഇല കിട്ടിയപ്പോഴേ, ഇല കണ്ടപ്പോഴേ ആൻറ്റിന് എങ്ങനെ തോന്നി? ഉത്തരം ഇതാണ്, ദ ആൻഡ് ഫെൽറ്റ് ഹാപ്പി ഓൺ ഫൈൻഡിങ് ദ ലീഫ്. ദ ആൻഡ് ഫെൽറ്റ് ഹാപ്പി ഓൺ ഫൈൻഡിങ് ദ ലീഫ്. ലീഫ് കണ്ടപ്പോഴേ അവനങ്ങ് സന്തോഷമായിട്ടുണ്ട് അല്ലേ? ഹാവ് യു എവർ ബീൻ ഇൻ ട്രബിൾ ലൈക്ക് ദി ആൻഡ്? ഉറുമ്പിനെ പോലെ നിങ്ങൾ ഇങ്ങനത്തെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? ഡിഡ് എനിവൻ ഹെൽപ്പ് യു? ആരെങ്കിലും നിങ്ങളെ സഹായിച്ചോ? അത് നിങ്ങൾ തന്നെ അങ്ങ് എഴുതിയാൽ മതിയേ. നിങ്ങൾ അങ്ങനത്തെ അവസ്ഥയിൽ നിന്നും പെട്ടുകയല്ല കേട്ടോ. നിങ്ങൾ നല്ല കുട്ടികളല്ലേ.
ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.